ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷമായിട്ടും പെരുമണ്ണ ആയുർവേദ ആശുപത്രി അടഞ്ഞു തന്നെ. ഇലക്ഷൻ അടുത്തതോടെ വിഷയം സജീവ ചർച്ചയായിട്ടുണ്ട്. ഇത് പെരുമണ്ണ പഞ്ചായത്തിൽ UDF കൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ച് നേരത്തെ മൂസക്കാക്ക പറഞ്ഞതുപോലെ പുത്തൂർമഠത്തിന്റെ ഹൃദയഭാഗങ്ങളൊക്കെ UDFന്റെ മെമ്പർമാരാൽ കൊണ്ട് അലങ്കൃതമാണ്. അതല്ലെങ്കിൽ അതിന് ചുറ്റുഭാഗത്തുമുള്ളവരെല്ലാം UDFന്റെ കൗൺസിലർ മെമ്പർമാരായതുകൊണ്ട് തന്നെ ആ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ അവിടെ കിടന്ന് നശിക്കട്ടെ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി അന്നത്തെ പെരുമണ്ണ പഞ്ചായത്തിന്റെ ലോക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും പെരുമണ്ണ പഞ്ചായത്ത് ഭരിക്കുന്ന അജിതയിലേക്കും അതുപോലുള്ള വൈസ് പ്രസിഡന്റിലേക്കും നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനം അവിടെ മരവിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഞാനൊരൊറ്റ കാര്യം മാത്രമാണ് പഞ്ചായത്ത് ഭരണസമിതിയോട് ചോദിക്കുന്നത്. പെരുമണ്ണ പഞ്ചായത്തിലെ 152 സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന 151 സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന നമ്മൾ ഈ പ്രസംഗിക്കുന്ന ധർണ നടക്കുന്ന തൊട്ട ബേക്കിലുള്ള ഈ കെട്ടിടം ഉൾപ്പെടെ അങ്ങ് അമ്പിലോളി വരെ നീണ്ടുകിടക്കുന്ന പ്രദേശത്തിലുള്ള എല്ലാ സർവേ നമ്പറുകളും ഡാറ്റാ ബാങ്കിൽ പെട്ടതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് എത്ര കെട്ടിടങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഈ 2010 ആയുർവേദ ഹോസ്പിറ്റലിന്റെ 2015 ശേഷം ആയുർവേദ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം എത്രത്തോളം കെട്ടിടങ്ങൾ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പെരുമണ്ണ പഞ്ചായത്ത് എത്രത്തോളം കെട്ടിടങ്ങൾക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഓരോരുത്തരെയും കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെ അവരവരുടെ കെട്ടിടങ്ങൾ പണിയുകയും അതിൽ റെഗുലൈസ് ചെയ്ത നടപടികൾ ഒന്നുകിൽ പഞ്ചായത്തിൽ നിന്നും വാങ്ങിയെടുക്കുകയും അതല്ലെങ്കിൽ കോടതി മുഖാന്തരമോ അതല്ലെങ്കിൽ കളക്ടറേറ്റിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നൊക്കെ അതിൻ്റെ അംഗീകാരം വാങ്ങിയെടുത്തുകൊണ്ട് തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് ഷാജി അടക്കമുള്ളവർ എന്തോ ഒരു ഇരട്ടത്താപ്പ് മനോഭാവമായി കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് യാഥാർത്ഥ്യമാണ്. യൂത്ത് ലീഗിന്റെ ഈ ധർണാവേദിയിൽ വെച്ച് ഒരൊറ്റ കാര്യം മാത്രമേ പഞ്ചായത്ത് ഭരണസമിതിയോട് ഉണർത്താനുള്ളൂ. കാലാകാലങ്ങളായിട്ട് പെരുമണ്ണ പഞ്ചായത്ത് ഒരു കക്ഷിക്കും തീരെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഇത് വരുന്ന അതല്ലെങ്കിൽ വരുന്ന 2-3 മാസക്കാലം കഴിഞ്ഞാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഒരു സംശയമില്ലാതെ തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും പെരുമണ്ണ പഞ്ചായത്തിന്റെ തുടർ ഭരണം അത് UDFന്റെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്നും ആ ഭരണം എത്തിച്ചേരുകയാണെങ്കിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡോക്ടർ MK മുനീർ സാഹിബ്, കുമ്മങ്ങൽ അഹമ്മദ് സാഹിബിന്റെ ഏറ്റവും ആഗ്രഹമായിരുന്ന, അദ്ദേഹം നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഈ ആയുർവേദ ഹോസ്പിറ്റൽ തുടർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളുമായി ആ വരുന്ന ഭരണസമിതി മുന്നോട്ട് പോകുമെന്ന് തന്നെ സധൈര്യം ഈ ധർണാവേദിയിൽ വെച്ച് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ തൊട്ടടുത്തുള്ള പെരുമണ്ണ പഞ്ചായത്തിലെ 1-ാം വാർഡിലുള്ള മാമ്പുഴപ്പുഴയുടെ തീരത്തുള്ള ഒരു അംഗനവാടി കെട്ടിടത്തെപ്പറ്റി നമുക്കറിയാം. ഞാൻ ഉൾക്കൊള്ളുന്ന ഭരണസമിതിയുടെ കാലത്ത് അന്നത്തെ 1-ാം വാർഡ് മെമ്പർ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ കൂടിയായിട്ടുള്ള ശ്രീ നിസാർ അദ്ദേഹത്തിന് സമഫലമായി കൊണ്ടുവന്നിട്ടുള്ളതാണ് അംഗനവാടി കെട്ടിടം. സ്വാഭാവികമായിട്ടും നീർത്തട സംരക്ഷണ നിയമപ്രകാരം അതല്ലെങ്കിൽ CRZ നിയമപ്രകാരം ഒരു വിട്ടുവീഴ്ച അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിധി പോലും വിട്ടുവിടാണ്ട് അന്നത്തെ നിർമ്മാണ പ്രവൃത്തി പ്രകാരം 100 മീറ്റർ ആയിരുന്നു വിട്ടുവിടേണ്ടിയിരുന്നത്. പക്ഷേ പുതിയ ഓർഡർ പ്രകാരം 50 മീറ്റർ ആയിട്ടുണ്ടെങ്കിൽ പോലും ആ 50 മീറ്ററിൽ പോലും വിട്ടുവീഴ്ച അതല്ലെങ്കിൽ അതുപോലും വിടാണ്ട് ചെയ്തിട്ടുള്ള നിർമ്മാണ പ്രവൃത്തി ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും അതിൽ ഇന്ന് ഏറ്റവും മനോഹരമായ രീതിയിൽ അംഗനവാടി വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒന്നും കാണിക്കാത്തൊരു വിവേചനം എന്തുകൊണ്ടാണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ മാത്രം പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്നതെന്ന് അറിയാനുള്ള താല്പര്യം ഇവിടുത്തെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കുമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രയാസപ്പെട്ട, നമുക്കറിയാം ഇപ്പോൾ ആയുർവേദ കെട്ടിടം പ്രവർത്തിക്കുന്നത് പുത്തൂർമഠ UP സ്കൂളിന്റെ അടുത്തുള്ള വാടക കെട്ടിടത്തിലാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പുത്തൂർമഠ അങ്ങാടിയുടെ സമീപത്തുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു. ഈ കെട്ടിടങ്ങളിലൊക്കെ നമുക്കറിയാം അസൗകര്യങ്ങളുടെ ഒരു പേമാരി തന്നെയാണ്. ഒരു രോഗി പോയി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി മെഡിസിൻ എടുത്തു കൊടുക്കുവാനോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊടുക്കുവാനോ സൗകര്യമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. സാധാരണഗതിയിൽ പഞ്ചായത്തിൽ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിലൊക്കെ ഡോക്ടർ കൃത്യമായി പറയാറുണ്ട് ആയുർവേദ ഹോസ്പിറ്റലുകൾ അസൗകര്യമുണ്ട്, എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു തീരുമാനവും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടി തന്നെയാണ് ഈ സംഗതി മുന്നോട്ട് പോകുന്നത്. ആയുർവേദ ആശുപത്രിയുടെ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി സൗജന്യമായി പഞ്ചായത്തിന് വിട്ടുകൊടുത്താണ്. 2010-15 കാലത്ത് അന്നത്തെ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ആ സമയത്താണ് ഒരു സ്വകാര്യ വ്യക്തി ആ ഭൂമി സൗജന്യമായിട്ട് വിട്ടുകൊടുത്തത്. സൗജന്യമായി വിട്ടുകൊടുത്ത ഭൂമിക്കകത്ത് നേരിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമിയാണ് ആ വിട്ടുകൊടുത്ത ഭൂമി.
അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിക്കണം. അതായത് ഡാറ്റാ ബാങ്കിൽ നിന്ന് നീക്കം ചെയ്ത് നടപടിക്രമം പൂർത്തീകരിച്ചിട്ടാണ് സ്വാഭാവികമായിട്ടൊരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടത്തേണ്ടിയിരുന്നത്. അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ മുകളിൽ പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ മുകളിൽ പരാതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കലക്ടറുടെ ഒരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സർക്കാരിൻ്റെ സാധൂകരണത്തോടു കൂടി മാത്രമേ ആ കെട്ടിടത്തിന് നമ്പർ അനുവദിക്കാൻ പാടുള്ളൂ എന്ന് കോഴിക്കോട് ജില്ലാ കലക്ടറുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ആ ഉത്തരവ് ഉണ്ടാകാനുള്ള കാരണം അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന പരാതിയാണ്. പരാതിയിട്ടുള്ള നടപടിക്രമം എന്നുള്ള നിലയ്ക്കാണ് കലക്ടർ അത്തരത്തിലുള്ളൊരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ഇത് ഭൂമി തരം മാറ്റി കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്ക് വേണ്ടി നിരവധി തവണ എഴുത്തുകുത്തുകൾ നടത്തിയിട്ടുള്ളതാണ്. സർക്കാർ പറഞ്ഞിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പേ ചെയ്യേണ്ടുന്ന ഒരു നടപടിക്രമം, അതിനുശേഷം എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് വലിയൊരു ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അനുമതിക്ക് വന്നു കഴിഞ്ഞാൽ അനുമതി തരാൻ സാധ്യമല്ല എന്നാണ് സർക്കാർ ആ കാര്യത്തിനകത്ത് തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ കെട്ടിടം ആ രീതിയിൽ നിലനിൽക്കാനുള്ള പ്രശ്നം ഉത്ഭവിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരപ്രദമാവും എന്ന് കരുതിയിരുന്ന ഒരു സ്ഥാപനം ഇന്ന് കാട് കയറി വളരെ മോശമായ അന്തരീക്ഷത്തിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. ഒരുപാട് ജനങ്ങൾക്ക് ആരോഗ്യമേഖലയിൽ കിട്ടേണ്ട കാര്യങ്ങൾ ലഭിക്കാതെ പോവുകയും ഇന്ന് അത് മറ്റൊരു താവളമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അവിടെ ഉള്ളത്. അതായത് ഏകദേശം ലക്ഷക്കണക്കിന് രൂപ, ഏകദേശം അന്നത്തെ ഒരു വില നോക്കുമ്പോൾ 25 ലക്ഷം ബിൽഡിങ്ങിനും പിന്നെ അതിലെ മറ്റ് സാമഗ്രികൾക്കുമായിട്ട് ഏകദേശം 50 ലക്ഷം മുകളിൽ ഫണ്ട് ഇറക്കിയ ആ ഫണ്ട് മുഴുവൻ ഇന്ന് നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇന്ന് പുത്തൂർമഠം ആയുർവേദ ഡിസ്പെൻസറി നിൽക്കുന്നത്. ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഒരു പഞ്ചായത്തിന്റെ അനാസ്ഥ, കെടുകാര്യസ്ഥത എന്ന് കൃത്യമായി പറയാവുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് ആ ആയുർവേദ ഡിസ്പെൻസറിയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് ആയുർവേദ ഡിസ്പെൻസറിയെ മാറ്റിയെടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്.